ബീച്ച് തൊട്ടടുത്താണെങ്കിലും ഞങ്ങളങ്ങനെ പോകാറില്ല കേട്ടോ. കൂട്ടുകാരോ ബന്ധുക്കളോ അങ്ങനെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ മാത്രമേ ഞങ്ങൾ ബീച്ചിൽ പോകാറുള്ളൂ. ഇന്നെന്നാ ഈ കുട്ടി കട്ടായം പറഞ്ഞു നമുക്ക് ബീച്ചിൽ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് വന്നപ്പോഴാണ് അവിടെ കുറേ മാറ്റങ്ങളൊക്കെ കണ്ടത് കേട്ടോ. അവിടെ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടി സെറ്റ് ഇട്ടതാണെന്ന് തോന്നുന്നു. കുറേ അവിടെ ഐറ്റംസൊക്കെ ഇരിക്കുന്നത് കണ്ടോ. ഇതിലൊക്കെ കയറണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പേടിയാണ്. ഇടിച്ചിട്ട് കയറിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇന്ന് ബീച്ചിൽ വന്നതിൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല. എപ്പോഴും ബീച്ചിൽ വരും, കടലിലോട്ട് ഇറങ്ങും, കുറച്ച് നേരം കളിക്കും, ബജ്ജി തിന്നും പോകും. ഇന്നെന്നാതെ ഈ പൈൻ വാലിക്കകത്ത് പുതിയ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നതാണ്. അത് ശരിക്കും കാണാൻ വേണ്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇറങ്ങിയത്. അപ്പം ഇതിനകത്ത് ഇത്രയും നല്ല പരിപാടി നടന്നിട്ട് കയറിയില്ലെന്ന് പറഞ്ഞാൽ മോശമാണ്. കാരണം എല്ലാവരും ചോദിക്കും നിങ്ങൾ പോയില്ലേ എന്ന്. മനഃപൂർവ്വം പോകാതിരുന്നതല്ല കേട്ടോ, സമയമാവട്ടെ പോകാൻ, തിരക്കുകളൊക്കെ ഒഴിയട്ടെന്ന് ഓർത്തിരുന്നതാണ്. ചെന്ന് കയറി കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഇത്രയും നാൾ മിസ്സായി പോയല്ലോ എന്ന് ആലോചിച്ചത്. അതുപോലെ നല്ല രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമായിട്ട് അവിടെ സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. കാട് പിടിച്ച് കിടന്നപ്പോഴത്തേനും ഇത്രയും സ്പേസ് ഉണ്ട് ഇതിനകത്തുനിന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. അതുപോലെ നല്ല കപ്പിൾസിന് വന്നിരിക്കാൻ പറ്റിയത് നല്ല സൂപ്പർ സ്പോട്ടാണ്. അപ്പം ഞങ്ങൾ ഇതിനകത്തൊന്നും ഫുഡൊന്നും കഴിച്ചില്ല, ജസ്റ്റ് കയറി എല്ലാം ഒന്ന് കണ്ടു. പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടൊക്കെ ചെറിയൊരു പാർക്ക് സെറ്റപ്പ് പോലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 1-2 ഇതിനകത്തൊക്കെ ഞങ്ങളൊന്ന് കയറിയായിരുന്നു. അങ്ങനെ എല്ലായിടമൊക്കെ ഒന്ന് ചുറ്റി കയറി കണ്ടു. നല്ല കാറ്റുണ്ടായിരുന്നു, നല്ല സുഖമാണ് ഇന്നത്തൂടെ നടക്കാൻ കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ കടലിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. എന്നും അങ്ങനെയാണ് നേരെ കടലിലോട്ട് ഇറങ്ങി. ഇന്ന് ഇത്തിരി നേരം കടൽക്കരയിലിരിക്കണം തോന്നി. അങ്ങനെ ഞങ്ങൾ കടൽക്കരയിലിരിക്കാൻ പോവുകയാണ്. വെള്ളത്തിലിറങ്ങി കഴിഞ്ഞാൽ ആകെ ഒരു നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മണ്ണിലിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ പിന്നെ മണ്ണിലിരുന്ന് ഇത്തിരി നേരം കളിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ തീക്കുട്ടി പ്ലാൻ ചെയ്യുവാണ് മണ്ണിലിരുന്ന് കളിക്കാൻ വേണ്ടി. ആൾക്ക് കളിക്കാൻ പറ്റിയ സാധനമൊന്നും കൈ കിട്ടുന്നില്ല. പക്ഷെ മണ്ണ് വാരാൻ പറ്റിയ സാധനങ്ങളൊന്നും കളിക്കാൻ കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ എല്ലായിടവും നിരീക്ഷിക്കുകയാണ് കേട്ടോ, വേറെ എന്തെങ്കിലുമൊക്കെ പകർത്താൻ പറ്റിയതുണ്ടോ. നല്ല ചുവന്ന സൂര്യൻ താഴുകയായിരുന്നു. അങ്ങനെ ഞങ്ങളെന്നാൽ കടലിലേക്ക് ഇറങ്ങാം എന്ന് കരുതി ഞങ്ങൾ കടലിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. നല്ല തിരയുണ്ടായിരുന്നു, 6:30 ആകാറായിരുന്നു. നല്ല തിര. അതാ കാണുന്നത് കപ്പലാണ് കേട്ടോ, കപ്പൽ. നല്ല തിരയായതുകൊണ്ട് തന്നെ ഒത്തിരി നേരം കളിച്ചില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളെന്നാൽ ബജ്ജിയും കഴിച്ച് ഇറങ്ങാൻ തീരുമാനിച്ചു.